ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ജീവിതം ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ പ്രധാന പുരോഹിതനായിരുന്ന ഫിനെഹാസിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധ വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫിനെഹാസ് പുരോഹിതനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ വചനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഫിനെഹാസിൻ്റെ ജീവിതം ദൈവത്തോട് എത്രമാത്രം ചേർന്നിരുന്നു, ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തയോടെ ജീവിക്കുവാനാണ് ഫിനെഹാസ് ആഗ്രഹിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ മോശയുടെയും അഹറോൻ്റെയും കരങ്ങളിലൂടെ വിടുവിച്ച് അവിടുന്ന് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുവരുന്നു. യാത്രയിലുടനീളം ഇസ്രായേൽ ജനതയ്ക്ക് പറ്റുന്ന തെറ്റ് എന്ന് പറയുന്നത് അന്യ ദേവന്മാരെ അവരാരാധിക്കുകയും മറ്റ് സ്ഥലത്തെ നിവാസികളുടെ ജീവിത ശൈലിയും ജീവിത രീതിയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പ്രാവശ്യം സത്യദൈവമാകുന്ന യഹോവയെ ആരാധിക്കാതെ വിഗ്രഹാരാധനകളിലേക്കും ബാൽ ദേവ ആരാധനയിലേക്കും അക്ഷേര പ്രതിഷ്ഠ ആരാധനയിലേക്കും ഇസ്രായേൽ ജനം വഴുതിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ പ്രാവശ്യവും ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നകന്ന് തിന്മയിലേക്ക് വീണു പോകുമ്പോൾ ദൈവം അവരെ തിരികെ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ പല അടയാളങ്ങളിലൂടെയും പല തിരുത്തലുകളിലൂടെയും ഇസ്രായേൽ ജനത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി, ഇസ്രായേൽ ജനത്തെ തിരികെ നേടുന്നതിനു വേണ്ടി ദൈവം ഓരോ വ്യക്തികളെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിന് സാധിക്കും. മിദിയാൻകാരുടെയും മോവാബ്യരുടെയും അടിമത്വത്തിലേക്ക് ഇസ്രായേൽ ജനം വീണു പോകുമ്പോൾ അവരെ സഹായിക്കുവാനും അവരെ തിരിച്ചു കൊണ്ടുവരുവാനുമായിട്ട് ദൈവം നിയോഗിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഫിനെഹാസ്. ഇസ്രായേൽ ജനം 7 വർഷത്തിലധികം മിദിയാൻകാരുടെയും മോവാബ്യരുടെയും അടിമത്വത്തിലേക്ക് വീണു പോവുകയാണ്. അവർ മിദിയാൻകാരുടെയും മോവാബ്യരുടെയും അടിമത്വത്തിലേക്ക് വീണു പോകുവാൻ കാരണം സത്യദൈവമാകുന്ന യഹോവയെ അവർ ധിക്കരിച്ചു. യഹോവ അവർക്ക് നൽകിയ പ്രമാണങ്ങളും കൽപ്പനകളും അവർ ലംഘിച്ചു. ദേശത്തിൻ്റെ വിജാതീയരുടെ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും അവർ വീണുപോയി എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യവും ദൈവം സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് അല്പനേരം അവരുടെ തിന്മകളിൽ നിന്ന് അവർ പിന്തിരിയുന്നു. എന്നാൽ വീണ്ടും സമാധാനം സ്ഥാപിച്ചു കഴിയുമ്പോൾ, അവരുടെ ജീവിതം സ്വതന്ത്രമായി കഴിയുമ്പോൾ തിന്മയിലേക്ക് തന്നെ ഇസ്രായേൽ ജനം വീണു പോകുന്നതായിട്ട് നമുക്ക് കാണുന്നതിന് സാധിക്കും. അങ്ങനെ ഇസ്രായേൽ ജനത്തെ മൊവാബ്യരുടെ കയ്യിൽ നിന്നും മിദിയാൻകാരുടെ കയ്യിൽ നിന്നും, അവർ മൊവാബ്യരിലൂടെയും മിദിയാൻകാരിലൂടെയും വന്ന തിന്മകളിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച വ്യക്തിയായിരുന്നു ഫിനെഹാസ്. ഫിനെഹാസ് എന്ന വാക്കിൻ്റെ അർത്ഥം സംരക്ഷണത്തിൻ്റെ മുഖം, വിശ്വാസത്തിൻ്റെ മുഖം, ധീരമായ വശം എന്നിങ്ങനെയാണ്. ഇസ്രായേലിലെ പ്രധാന പുരോഹിതനായിരുന്ന അഹറോൻ്റെ ചെറുമകനും രണ്ടാമത്തെ പ്രധാന പുരോഹിതനായിരുന്ന എലിയാസറിൻ്റെ മകനുമാണ് ഫിനെഹാസ്. ഫിനെഹാസ് ദൈവിക പ്രമാണങ്ങളോടും ദൈവിക കൽപ്പനകളോടും ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുകയും ധാർമ്മിക ജീവിതം നയിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മിദിയാൻകാരുടെയും മൊവാബ്യരുടെയും സംസർഗം ഇസ്രായേലിലേക്ക് വലിയ തിന്മ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇസ്രായേൽ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, മിദിയാൻകാരുടെയും മൊവാബ്യരുടെയും സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ത്രീകളുമായിട്ട് ഇവർ സ്ഥാപിക്കുന്ന ബന്ധം അധാർമികതയിലേക്കും വിഗ്രഹാരാധനയിലേക്കും വഴിമാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൽ നിന്ന് അവരകലണം എന്ന്
ബാലിൻ്റെ പ്രവാചകന്മാർ ആ ദേശത്തെ ഓർമ്മിപ്പിച്ചു. ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇസ്രായേൽ ജനം ദൈവത്തോട് വിശ്വസ്തയോടെ ചേർന്ന് നിന്നപ്പോൾ, ദൈവീക ആരാധനയിൽ ബോധ്യത്തോടെ നിന്നപ്പോൾ മറ്റ് ശക്തികൾക്ക് അവരെ പരാജയപ്പെടുത്തുന്നതിന് സാധിച്ചില്ല. എന്നാൽ എപ്പോൾ ദൈവീക കൽപ്പനകളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനം വീണുപോയോ അപ്പോഴൊക്കെ മറ്റ് രാജ്യങ്ങൾ അവരെ കീഴടക്കുന്നുണ്ട്. അങ്ങനെ മൊവാബ്യരും മിദിയാൻകാരും ഇസ്രായേൽ ജനത്തെ കീഴടക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ബാലിൻ്റെ പ്രവാചകൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരും അവരുടെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകണം. അങ്ങനെ വിള്ളലുണ്ടാക്കുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അധാർമികതയിലേക്കും വ്യഭിചാരത്തിലേക്കും അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബാലിൻ്റെ പ്രവാചകൻ്റെ ഈ നിർദ്ദേശം കേട്ടുകൊണ്ട് മൊവാബിലെയും മിദിയാനിലെയും സ്ത്രീകൾ ഇസ്രായേലിലെ അനേകം പുരുഷന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഇസ്രായേൽ പുരുഷന്മാർ മൊവാബിലെയും മിദിയാനിലെയും സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അധാർമികതയിലേക്കും വ്യഭിചാരത്തിലേക്കും കടന്നു ചെല്ലുകയും അവരുടെ ഭക്ഷണപാനീയങ്ങളിൽ പങ്കുപറ്റുകയും അവരുടെ ആരാധന രീതികൾ സ്വീകരിക്കുകയും ചെയ്തു. യഹോവയായ ദൈവത്തിന് ഇത് വലിയ വേദനയുണ്ടാക്കി. മോശയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, ഇതാ ഈ ജനം വീണ്ടും വീണ്ടും തിന്മ ചെയ്ത് എന്നിൽ നിന്ന് അകലുന്നു. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് എത്രമാത്രം സംരക്ഷണം നൽകിയാണ് ഞാനിവരെ തിരികെ കൊണ്ടുവന്ന് ഞാനിവരെ ഈ കാനാൻ ദേശത്തേക്ക് എത്തിച്ചത്. എന്നിട്ടും എന്നോട് സ്നേഹം കാണിക്കാതെ ഇവർ വീണ്ടും വീണ്ടും അകന്ന് തിന്മയിലേക്ക് വീണു പോകുന്നു. ജനത്തിൻ്റെ തിന്മ പെരുകുന്നതിനാൽ എനിക്ക് ഇത് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ മോശയോടും അഹറോനോടും എലിയാസറിനോടും ഒക്കെ ഈ ജനത്തിൻ്റെ തിന്മയെക്കുറിച്ച് ദൈവം സംസാരിച്ചു. ഈ ജനത്തിൽ നിന്ന് തിന്മ ഉന്മൂലനം ചെയ്യുന്നതിന് നേതാക്കന്മാരെ കൊന്നുകളയുവാനായിട്ട് ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ്. കാരണം നേതാക്കന്മാർ തിന്മയിലേക്ക് വീഴുന്നു. നേതാക്കന്മാർ തിന്മയിലേക്ക് വീഴുമ്പോഴേക്കും ജനങ്ങളും തിന്മയിലേക്ക് വീഴുന്നതായിട്ട് യഹോവയായ ദൈവം കാണുന്നു. അങ്ങനെ യഹോവയായ ദൈവം തന്നോട് നേതാക്കന്മാരെ കൊന്നുകളയുവാനും ജനത്തെ തിരുത്തുവാനും ആവശ്യപ്പെടുമ്പോൾ വളരെ വേദനയോടെ സങ്കടത്തോടെ മോശയും അഹ്റോനും എലിയാസറും ഫിനെഹാസും ഒക്കെ ഒരുമിച്ച് സമാഗമ കൂടാരത്തിൻ്റെ സമീപത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇസ്രായേൽക്കാരൻ ഒരു മിദിയാൻകാരി സ്ത്രീയുമായിട്ട് തൻ്റെ കൂടാരത്തിലേക്ക് വരുന്നത് അവർ കാണും. യഹോവയായ ദൈവം ഏത് തിന്മയെ വെറുത്തുവോ, യഹോവയായ ദൈവം ഇസ്രായേലിൽ നിന്ന് ഏത് തിന്മയെ ഉന്മൂലനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുവോ അതേ തിന്മ ഇതാ പരസ്യമായിട്ട് ഒരു ഇസ്രായേൽക്കാരൻ ചെയ്യാനായിട്ട് പോകുന്നു. അത്രയും പേര് നോക്കി നിൽക്കെ തൻ്റെ സ്വന്തം കൂടാരത്തിലേക്ക് ഒരു മിദിയാൻകാരി സ്ത്രീയുമായിട്ട് ആ ഇസ്രായേൽക്കാരൻ കടന്നു വരികയാണ്. അവരുടെ സാന്നിധ്യത്തിൽ ആ കൂടാരം അശുദ്ധമാക്കുവാനായിട്ട് അവൻ പരിശ്രമിക്കുകയാണ്. ഇത് കണ്ട ഫിനെഹാസിന് ഒരല്പം പോലും ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഫിനെഹാസ് ഉടനെ തൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കുന്തം എടുത്തുകൊണ്ടുപോയി ആ ഇസ്രായേൽക്കാരനെയും ആ മിദിയാൻകാരി സ്ത്രീയെയും അവരുടെ ഉദരത്തിൽ കുന്തം തറച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വലിയ ഒരു പരിഹാരം, പ്രായശ്ചിത്തം ഫിനെഹാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നതിന് സാധിക്കും. അതുവരെ വലിയ വസന്തയിലൂടെ ഇസ്രായേൽ ജനം മരിച്ചു വീണപ്പോൾ ഫിനെഹാസ് ഈ കുന്തം കൊണ്ട് ഈ രണ്ട് വ്യക്തികളെയും, ഈ ഇസ്രായേൽക്കാരനെയും മിദിയാൻകാരി സ്ത്രീയെയും വധിച്ചു കഴിയുമ്പോൾ ആ ഒറ്റ കാരണത്താൽ ഇസ്രായേലിൽ നിന്ന് വസന്തബാധ നീങ്ങിപ്പോവുകയും മറ്റുള്ളവർ ആരോഗ്യമുള്ളവരായിട്ട് തീരുകയും ചെയ്യുന്നു. ഫിനെഹാസിൻ്റെ ഈ പ്രവൃത്തിയെ ദൈവം ഏറെ മാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ദൈവം മോശയെ വിളിച്ചിട്ട് ഫിനെഹാസിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, എന്നെക്കുറിച്ചുള്ള തീഷ്ണത അവനിലുണ്ട്. അവൻ്റെ തീഷ്ണത ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അവൻ്റെ തീഷ്ണതയെ ഞാൻ അംഗീകരിക്കുന്നു. ദൈവത്തോട് അവൻ തീഷ്ണത കാണിക്കുകയും ജനത്തിനു വേണ്ടി അവൻ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തു. അതായത് യഹോവയായ ദൈവത്തിന് ഫിനെഹാസിൻ്റെ ജീവിതം വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. കർത്താവ് പുതിയ നിയമത്തിൽ കർത്താവ് ഈശോ മിശിഹായുടെ മാമോദീസ സമയത്ത് സ്വർഗം തുറന്ന് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോ മിശിഹായുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ ഇപ്രകാരം പറയുന്നത് നാം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം അരുളി ചെയ്യുന്നത് പോലെ ഇതാ ഇവിടെ ഫിനെഹാസിനെക്കുറിച്ച് മോശയോട് ദൈവം പറയുകയാണ്,
ഇവൻ്റെ തീഷ്ണത അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫിനെഹാസിൻ്റെ തീഷ്ണത കണ്ടിട്ട്, ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള അവൻ്റെ മനസ്സ് കണ്ടിട്ട് ദൈവം അവനുമായിട്ട് ഒരു സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പുരോഹിതനായിട്ട് അവൻ നിയമിക്കപ്പെടുന്നതോടൊപ്പം അവൻ്റെ തലമുറകൾക്ക് പൗരോഹിത്യം അവകാശമായി നൽകുന്നു. യഹോവയായ ദൈവം ഫിനെഹാസിനോട് പറഞ്ഞു, നിന്നെയും നിൻ്റെ തലമുറകളെയും ഇസ്രായേലിൻ്റെ നിത്യപുരോഹിതരായിട്ട് ഞാൻ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന ഫിനെഹാസ് ധൂപാർപ്പണവും ബലികളും നടത്തിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ ആത്മീയ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായിച്ചു. പിന്നീട് ഫിനെഹാസിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് മിദ്യാൻകാരുമായിട്ട് യുദ്ധം ചെയ്യുന്ന യുദ്ധമുഖത്താണ്. ഒരു പുരോഹിതൻ എന്ന നിലയിലും ഒരു പോരാളി എന്ന നിലയിലും ഇസ്രായേൽ ജനത്തെ സഹായിക്കുവാനായിട്ട് ഫിനെഹാസ് മുന്നിട്ടിറങ്ങുന്നു. മിദ്യാൻകാരുമായിട്ട് ഫിനെഹാസ് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ജയിക്കുകയും ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയിലൂടെ കടന്നു പോകുന്ന ഫിനെഹാസിൻ്റെ ജീവിതം നമുക്കേറെ മാതൃകാപരമാണ്. ഒരു പുരോഹിതനായും ഒരു പടയാളിയായും ഇസ്രായേൽ ജനത്തെ നയിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ഫിനെഹാസിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഫിനെഹാസിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഫിനെഹാസിന് ദൈവത്തോടുള്ള സ്നേഹം അചഞ്ചലമായിരുന്നു. അവൻ മനുഷ്യനേക്കാൾ ഏറെ ദൈവത്തെ സ്നേഹിച്ചു. തൻ്റെ കൂട്ടായ്മയിൽ, തൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ വലിയ ഒരു തെറ്റ് ഉണ്ടാകുമ്പോൾ ആ തെറ്റ് തിരുത്തുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് അവൻ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടായിരുന്നു. കാരണം ദൈവിക കൽപ്പനകൾ നിലനിൽക്കുമ്പോൾ ആ ദൈവിക കൽപ്പനകളെയും ദൈവിക പ്രമാണങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണു പോകുമ്പോൾ തൻ്റെ സഹോദരങ്ങളോടൊപ്പം നിൽക്കാതെ ദൈവത്തോടൊപ്പം നിൽക്കാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടമായിരിക്കാം ഇത്. ഒരു വശത്ത് നമ്മളേറെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ, എന്നാൽ അവർ തന്നെയാണ് തിന്മ പ്രവർത്തിക്കുന്നത്. ഒരു വശത്ത് ദൈവത്തെയും ഒരു വശത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെയും നിർത്തിയാൽ നമ്മൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരഞ്ഞെടുക്കുമോ? എന്നാൽ ആ തെറ്റിനെ തിരുത്തുവാനായിട്ട് ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമോ? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഫിനെഹാസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവൻ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തെയാണ്. അവൻ തിരഞ്ഞെടുക്കുന്നത് ദൈവിക കൽപ്പനകളെയാണ്. അവൻ തിരഞ്ഞെടുക്കുന്നത് ദൈവിക പ്രമാണങ്ങളെയാണ്. കാരണം എല്ലാ രക്തബന്ധങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തോടുള്ള ആത്മബന്ധം അവനെ ബലപ്പെടുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ദൈവം തന്നെ അവനെക്കുറിച്ച് പറയുന്നത്, അവൻ ദൈവത്തോട് തീക്ഷ്ണത കാണിച്ചു. അവൻ തീക്ഷ്ണത ദൈവത്തോടാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ മുൻനിർത്തി മാത്രമേ തീരുമാനമെടുക്കാവൂ. നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെ വേദനിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അവരോടൊക്കെ നന്മയ്ക്കു വേണ്ടി അവരോടൊക്കെ എതിർത്ത് നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിന് ചാഞ്ചാട്ടമുണ്ടാകരുത്. ദൈവിക പ്രമാണങ്ങൾക്കും ദൈവിക കൽപ്പനകൾക്കും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കും എതിരെ നിൽക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്കൊരിക്കലും ഉണ്ടാകരുത്. ആര് നമ്മെ എതിർത്താലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു മനസ്സ് നാം സ്വന്തമാക്കണമെന്ന് ഫിനെഹാസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഫിനെഹാസിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഫിനെഹാസിൻ്റെ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഇസ്രായേലിലെ വസന്ത ഒഴിവാക്കുവാനായി തൻ്റെ കൂടാരത്തിലേക്ക് മിദ്യാൻകാരി സ്ത്രീയെ കൊണ്ടുവരുന്ന ആ ഇസ്രായേൽക്കാരനെയും മിദ്യാൻകാരനെയും ഫിനെഹാസ് കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കൊലപാതകത്തിലൂടെ, ആ തെറ്റ് അവൻ തിരുത്തുന്നതിലൂടെ ദൈവത്തിന് അവനെ ഇഷ്ടപ്പെടുകയും അവൻ്റെ തലമുറകൾക്ക് പൗരോഹിത്യം അവകാശമായി നൽകുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവനുമായിട്ടൊരു സമാധാന ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് നിത്യ പൗരോഹിത്യം അവനും അവൻ്റെ തലമുറകൾക്കും ദൈവം വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ, നമ്മുടെ അർത്ഥനകൾ,
നമ്മുടെ പ്രവർത്തികൾ ഇതൊക്കെ നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമായി മാറണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാറുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ നന്മ, എൻ്റെ സന്തോഷം, എൻ്റെ ആനന്ദം, ഇതിനെക്കുറിച്ചൊക്കെ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തലമുറകൾക്ക് ലഭിക്കേണ്ട നന്മ ലഭിക്കാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും നമ്മൾ എത്രമാത്രം ദൈവത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുവോ അതനുസരിച്ച് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഫിനെഹാസിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഫിനെഹാസ് ദൈവത്തിനു വേണ്ടി നിലകൊണ്ടു, ഫിനെഹാസ് ദൈവത്തോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് ഫിനെഹാസിലൂടെ ഫിനെഹാസിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. അതിനാൽ നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്കും നമ്മുടെ സ്വാർത്ഥപരമായ തീരുമാനങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തെ ചേർത്ത് പിടിക്കുവാനും നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ ആനന്ദങ്ങൾക്കും അപ്പുറത്ത് ദൈവിക നന്മകളിൽ ആശ്രയിക്കുവാനും ആനന്ദിക്കുവാനും സാധിച്ചാൽ, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഒരു ദേശത്തിനു വേണ്ടി, നാം ആയിരിക്കുന്ന ഇടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി ദൈവത്തെ സ്വന്തമാക്കുവാനും നേടുവാനും അവർക്ക് വേണ്ടി ദൈവിക കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ പരിശ്രമിച്ചാൽ നമ്മിലൂടെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്ക് തിരിച്ചറിയാം, മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം, ഫിനെഹാസ് ഇസ്രയേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യുവാനും വസന്ത അകറ്റുവാനുമായിട്ട് രണ്ടുപേരെ കൊന്നുകളയുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വിലയിരുത്തുകയാണെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തിയല്ലേ അത് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഈ കൊലപാതകം ആവശ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇവിടെ വളരെ അചഞ്ചലമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, പാപത്തോടൊരിക്കലും നമ്മൾ സന്ധി ചേരരുത് എന്നുള്ളതാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 40 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് യേശു മിശിഹ പറയുകയാണ്, നിൻ്റെ കൈ നിനക്ക് പാപഹേതുവാണെങ്കിൽ വെട്ടിക്കളയുക, നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ ചൂഴ്ന്നു കളയുക, നിൻ്റെ കാല് നിനക്ക് പാപഹേതുവാണെങ്കിൽ മുറിച്ചു മാറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ക്രൂരമായി ഫിനെഹാസ് പ്രവർത്തിച്ചു എന്ന് തോന്നുമ്പോഴും വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഫിനെഹാസ് നമ്മുടെ മുൻപിൽ വെക്കുകയാണ്. ദൈവത്തിനെതിരായും ദൈവിക നന്മകൾക്കെതിരായും ദൈവിക കൽപ്പനകൾക്കെതിരായും പ്രവർത്തിക്കുവാനായിട്ടുള്ള സാധ്യതകളെ നമ്മൾ പൂർണ്ണമായിട്ടും വിച്ഛേദിച്ച് കളയണം. ഒരുപക്ഷെ വ്യക്തിയാകാം, വസ്തുവാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, സംഭവങ്ങളാകാം, സാഹചര്യങ്ങളാകാം. ദൈവസ്നേഹത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും നമ്മെ അകറ്റി ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന, നമ്മെ സ്വാധീനിക്കുന്ന എല്ലാത്തിനെയും സന്ധിയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കണം, മാറ്റി നിർത്തണം എന്ന് ഫിനെഹാസിൻ്റെ ഈ പ്രവൃത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാലാമതായിട്ട് ഫിനെഹാസിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം, ഇസ്രയേലിൻ്റെ തിന്മ വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രയേലിലെ നേതാക്കന്മാർ തിന്മ ചെയ്യുന്നു, അതിലൂടെ ജനം തിന്മ ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, മൂല്യച്യുതി സംഭവിച്ചു പോകുന്ന നേതൃനിരയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പലപ്പോഴും ആത്മീയ ജീവിതത്തിലെ ആത്മീയ നേതൃത്വമാണെങ്കിലും ഈ രാഷ്ട്രീയ ജീവിതത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണെങ്കിലും നമ്മുടെ സാംസ്കാരിക നേതൃത്വങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏൽക്കുന്ന മൂല്യച്യുതികൾ നമ്മെ സ്വാധീനിക്കാറുണ്ട്. നേതാക്കൾ പലപ്പോഴും വീണു പോകുമ്പോൾ അണികളും കുറവിലേക്കും ബലഹീനതകളിലേക്കും വീണു പോകുന്നതിന് ഇടയാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അപ്പൻ്റെ വീഴ്ച അത് അമ്മയെയും മക്കളെയും ബാധിക്കും. അമ്മയുടെ വീഴ്ച അത് അപ്പനെയും മക്കളെയും ബാധിക്കും. ഭർത്താവിൻ്റെ വീഴ്ച ഭാര്യയെയും കുടുംബത്തിലുള്ളവരെയും ബാധിക്കും. ഭാര്യയുടെ വീഴ്ച ഭർത്താവിനെയും കുടുംബത്തിലുള്ളവരെയും ബാധിക്കും. അതായത് നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ വീഴ്ചകൾ അവരെ ബാധിക്കും. എന്നാൽ നമ്മൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ അവരെ നന്മയുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ തിന്മയുടെ സ്വാധീനം നമ്മുടെ കുടുംബത്തിൽ ചെലുത്തും, നന്മയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ചെലുത്തും. അപ്പോൾ തിന്മയെ വെറുത്തുപേക്ഷിച്ച് നന്മയിൽ ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം എന്ന് ഫിനെഹാസിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഞ്ചാമതായിട്ട് ഫിനെഹാസിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം, ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ ദൈവിക പ്രമാണങ്ങളും കൽപ്പനകളും
അക്ഷരം പ്രതി അനുസരിക്കുവാനും പാലിക്കുവാനും ജീവിക്കുവാനുമായിട്ട് ഫിനെഹാസ് പരിശ്രമിക്കുന്നുണ്ട്. അത് ദൈവജനത്തിന് കൃത്യമായിട്ട് പങ്കുവെച്ചു കൊടുക്കുവാനും ഫിനെഹാസ് ആഗ്രഹിക്കുന്നു. അധാർമികതയുടെ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ജീവിക്കുമ്പോൾ ധാർമ്മികത എന്താണെന്ന് അവർക്ക് അവൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ദൈവത്തോടുള്ള അവിശ്വസ്തത ഇസ്രായേൽ ജനം കാണിക്കുമ്പോൾ ആ അവിശ്വസ്തതയ്ക്ക് പകരം ദൈവത്തോട് വിശ്വസ്തത പുലർത്തണമെന്ന് അവൻ അവരെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരർത്ഥത്തിൽ അധാർമികതയുടെയും അവിശ്വസ്തതയുടെയും നടുവിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ തിരികെ കൊണ്ടുവരുവാനും അവരുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനും കർശനമായിട്ട് പരിശ്രമിക്കുന്ന ഫിനെഹാസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേവാലയത്തിൽ ധൂപാർപ്പണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ബലിയർപ്പണത്തിലൂടെയും ഇസ്രായേൽ ജനത്തെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഫിനെഹാസ് യുദ്ധമുഖത്തും അവരെ സഹായിക്കുവാൻ എത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു കൂട്ടായ്മയ്ക്ക് ആത്മീയ പിന്തുണ നൽകുന്നത് പോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ആത്മീയ പിന്തുണയോടൊപ്പം മറ്റെല്ലാ പിന്തുണകളും നമ്മൾ നൽകണം. ഉദാഹരണത്തിന് നമ്മോട് സങ്കടവും വേദനയും പ്രയാസവും ദാരിദ്ര്യവും ഒക്കെ പങ്കുവയ്ക്കുന്ന വ്യക്തിയോട് നമ്മൾ പറയും, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന ഒരു ആത്മീയ പിന്തുണ നമ്മൾ നൽകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ 20 രൂപയുണ്ടെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് അല്പം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാനായിട്ടും നമ്മൾ തയ്യാറാകണം. ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാനായിട്ടും നമ്മൾ തയ്യാറാകണം. അപ്പോൾ ആത്മീയ പിന്തുണയോടൊപ്പം ഭൗതികമായിട്ടുള്ള ചില പിന്തുണകളും വ്യക്തികൾക്ക് ആവശ്യമാണ്. ഫിനെഹാസിൻ്റെ ജീവിതത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ടും ഫിനെഹാസ് ഇറങ്ങുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനകൾ പ്രവർത്തനത്തിലൂടെ അത് ദൈവീക ഇടപെടലുകളാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ സഹായവും പിന്തുണയും നൽകുമ്പോൾ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കുവാനും അവരെ നേടുവാനും നമുക്ക് സാധിക്കും എന്ന് ഫിനെഹാസിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫിനെഹാസ് പിന്നീട് പരിശ്രമിക്കുന്നത് വിശുദ്ധിയും നവീകരണവും ഇസ്രായേൽ ജനതയുടെ ഇടയിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിശുദ്ധിയും നവീകരണവും ഇസ്രായേൽ ജനതയുടെ ഇടയിൽ പുനഃസ്ഥാപിക്കുവാനായിട്ട് ഏറെ പരിശ്രമിക്കുകയും അതിന് കാർക്കശ്യത്തോടെ അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതനായിട്ട് ഫിനെഹാസ് നിലകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ഫിനെഹാസിൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഫിനെഹാസ് എന്ന പുരോഹിതൻ ഇസ്രായേൽ ജനത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടവനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ രൂപീകരണത്തിന്, ഇസ്രായേൽ ജനത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ രൂപീകരണത്തിന് വളരെ ബുദ്ധിമുട്ടുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഫിനെഹാസിനെ പരിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വാക്കുകൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നതിനപ്പുറത്ത് ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ജീവിതം കൊണ്ട് ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഫിനെഹാസിനെ നമ്മൾ കാണുന്നു. ആ ജീവിത ശൈലിയിൽ നിന്ന് രൂപം കൊണ്ട അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച എല്ലാവർക്കും ഏറെ അനുഗ്രഹവും നന്മയും ഉള്ളതായി മാറുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ ബലപ്പെടലിലൂടെ ചുറ്റുമുള്ളവരെ തിരുത്തുവാനും ചുറ്റുമുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാനും ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഏവർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ.